സബ്സ്ക്രൈബ് ചെയ്യുക, സിമ്പിൾ ജീവൻ ടെക്കിനോട്. പിന്നെ ബെല്ലൈക്കൺ അമർത്തുക ലേറ്റസ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി. Set a young heart on the run, to see it crashing out the sky, falling one by one, walking alone on ഹായ് നമസ്കാരം, സിമ്പിൾ ജീവൻ ടെക്കിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഏകദേശം നമ്മൾ ഒരു വീഡിയോ ഇൻട്രോ കണ്ടിട്ട് മനസ്സിലായിരിക്കും നമ്മുടെ വിർച്വൽ കീബോർഡ്. അപ്പം വിർച്വൽ കീബോർഡ് ഞാനൊരു ആപ്ലിക്കേഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറഞ്ഞുതരാം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, അതിൻ്റെ തൊട്ട് സബ്സ്ക്രൈബ് ബട്ടൺ, അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ, ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇപ്പോൾ ക്രോമ കീബോർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ ക്രോമ എന്നൊരു ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ ക്രോമ കീബോർഡിൻ്റെ നമ്മുടെ സജഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അത് ആ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ അത് RGB തീം എന്ന് പറയും. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, ഇതിനകത്ത് ഞാൻ ഗൂഗിൾ കീബോർഡ് എടുക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെ അത് നമുക്ക് തീമായിട്ട് കിട്ടത്തില്ല. അപ്പം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ കൂടി ഇപ്പോൾ 27 MB ആണ്. അപ്പോൾ 27 MB 0.6 KB ഉണ്ട്. അപ്പം ഏകദേശം എൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവരെ കമ്പനിയുടെ ലോഗോ കാണിക്കുന്നത് ക്രോമ കീബോർഡിൻ്റെ. അപ്പം അവർ കുറേ പെർമിഷൻ തരുന്നുണ്ട്. അപ്പം ഈ കീബോർഡ് എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രോമ കീബോർഡിൽ നമുക്ക് സ്വിച്ച് ഓവർ ചെയ്യണം. അപ്പോൾ ഈ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ റീസ്റ്റാർട്ട് ചെയ്തൊരു കുഴപ്പമില്ല. പിന്നെ ഒരു പെർമിഷൻ ചോദിക്കില്ല ഏത് കീബോർഡ് ഉപയോഗിക്കണം. അപ്പം ക്രോമ കീബോർഡ് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് കൊടുക്കണം. അപ്പം കൊടുക്കുമ്പം പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് ചോദിക്കും. ഒന്ന് കോൺടാക്ട്സും ഒന്ന് സ്റ്റോറേജും. അപ്പം 2 ചോദിക്കുന്നത് കോൺടാക്ട്സ് ആണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഷോക്കട്ടൊക്കെ ഉണ്ടെങ്കിൽ കീബോർഡ് ഞാൻ വലിയൊന്നും നോക്കിയില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സജഷൻ പോൾ ചെയ്തിട്ടുണ്ട്. ആ പോളിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ്. അപ്പം ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പല സ്കിൻസ് കാണിക്കുന്നുണ്ട്. അപ്പം ഏത് സ്കിൻ, ഇപ്പം ഞാൻ പാറ്റ്ലൈറ്റ് വെക്കുമ്പോൾ RGB ആണ്. അപ്പോൾ RGB ഫ്രീ ആണ്, ബാക്കിയില്ല കാശ് കൊടുക്കണം 95 രൂപ. ഇത് പ്രീമിയം വെർഷനിൽ. അപ്പം ഏത് ബട്ടണിൽ നമുക്ക് സ്കിന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കെന്ന് വെച്ചാൽ ആനിമേറ്റഡ് ഗ്രാനൈറ്റ്. അപ്പം ആനിമേറ്റഡ് ഗ്രാനൈറ്റ് അല്ല, സെൻട്രൽ ഗ്രാനൈറ്റ് ആണ് ഇതത് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം കീബോർഡ് വന്നിട്ടുണ്ടോ. അപ്പം ഓൾറെഡി ഞാൻ അത് ടെസ്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ വരാന്നൊക്കെയാണ് നല്ല RGB സ്റ്റൈല്. അപ്പം നമുക്ക് ഒറിജിനൽ കീബോർഡൊക്കെ വരുന്നുണ്ടല്ലോ RGB ടൈപ്പ്. അതൊക്കെ നമുക്ക് കടയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടത്തില്ല. എക്സ്പെൻസീവ് ആണ്, 2000 രൂപയൊക്കെ വരും കോസറിൻ്റെ ഒക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ്. സോ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ.